കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. CN ശ്രീകണ്ഠൻ നായർ രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു CN ശ്രീകണ്ഠൻ നായരുടേത്. വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ കലാലയ രാഷ്ട്രീയത്തിലും കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ബഹുജന സമരരംഗത്തും എത്തിച്ചേർന്ന നേതാവ്. തിരുവിതാംകൂറിലെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന അഖില തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി 1946 തിരഞ്ഞെടുക്കപ്പെട്ടു. 1948 കൊൽക്കത്തയിൽ നടന്ന അഖിലേന്ത്യാ വിദ്യാർത്ഥി കോൺഗ്രസ് സമ്മേളനത്തിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായി CN ശ്രീകണ്ഠൻ നായർ. 1950 മാർച്ച് 6 പുറത്തിറങ്ങിയ K. ബാലകൃഷ്ണൻ്റെ കൗമുദി വാരികയിൽ CN ശ്രീകണ്ഠൻ നായരുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചു. ഇതോടെ സാഹിത്യരംഗത്ത് ശ്രദ്ധേയനായി. RSPയുടെ തൊഴിലാളി സംഘടനയായ അഖില കേരള പ്ലാന്റേഷൻ ലേബർ യൂണിയൻ പ്രവർത്തനങ്ങളുമായി കുറച്ചുകാലം ഇടുക്കിയിലായിരുന്നു. ആ കാലത്ത് തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തെ അവലംബിച്ച് എഴുതിയ രണ്ടിലയും ഒരു തിരിയും CN ശ്രീകണ്ഠൻ നായരുടെ പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ്. KSPയിലൂടെയും തുടർന്ന് RSPയിലൂടെയും സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. 1957 ചവറയിൽ നിന്ന് RSP സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1959 നവഭാരതത്തിൽ പത്രപ്രവർത്തകനായി. കൗമുദി വാരിക, മലയാളത്തിലെ ആദ്യ സിനിമാ പ്രസിദ്ധീകരണമായ താരാപഥം, RSPയുടെ മുഖപത്രമായ കൗമുദി, ദേശബന്ധു വാരിക, കേരള ഭൂഷണം ദിനപത്രം എന്നിവയുടെ പത്രാധിപരായും പ്രവർത്തിച്ചു. 1955 RSPയുടെ കലാസംഘടനയായ കലാവേദിക്ക് വേണ്ടി തിളയ്ക്കുന്ന മണ്ണ് എന്ന നൃത്തനാടകം സംവിധാനം ചെയ്തു. പത്രപ്രവർത്തനത്തിലും നാടകരചനയിലും കമ്പമേറിയതോടെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. 1976 ഡിസംബർ 17 48ാമത്തെ വയസ്സിൽ മരിക്കും വരെ പാർട്ടിയുടെ അടുത്ത അനുയായിയായിരുന്നു CN ശ്രീകണ്ഠൻ നായർ. തിളയ്ക്കുന്ന മണ്ണ്, സിന്ദൂരപ്പൊട്ട് എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ, മാന്യതയുടെ മറ, ആ കനി തിന്നരുത്, ഏട്ടിലെ പശു, നഷ്ടക്കച്ചവടം, കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി, കലി എന്നിവയാണ് CN ശ്രീകണ്ഠൻ നായരുടെ മറ്റു പ്രധാന കൃതികൾ. 1928 മാർച്ച് 31 തിരുവനന്തപുരത്ത് ജനനം. അച്ഛൻ S. നീലകണ്ഠപിള്ള ശ്രീമൂലം അസംബ്ലിയിൽ അംഗമായിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ കുടുംബം CN ശ്രീകണ്ഠൻ നായരുടെ അമ്മയുടെ നാടായ ചവറയിലേക്ക് 1938 താമസം മാറുകയായിരുന്നു. ചവറയിലായിരുന്നു CN ശ്രീകണ്ഠൻ നായരുടെ സ്കൂൾ പഠനം. ആലപ്പുഴ SD കോളേജിൽ പഠിച്ച് BA പാസ്സായി. ആ കാലത്താണ് സജീവ രാഷ്ട്രീയത്തിൽ എത്തിയത്. രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു CN ശ്രീകണ്ഠൻ നായരുടേത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.